പല ടൂറിസ്റ്റ് ഏരിയകളിലും ഇന്ന് ഹൈഡ്രജൻ ബലൂണിൽ ഒരു യാത്രയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഹൈഡ്രജൻ ബലൂണിൽ 2-3 പേര് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡ്രൈവർ വരുന്നത്, ആ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ട് ആളൊന്നുമല്ല, പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ അയാൾ അതിനകത്ത് കയറിയതിന് ശേഷം ആൾ പറത്തുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ പെട്ടെന്ന് 2-3 ചെറിയ ഹോളുകൾ ഉണ്ട് ഇതിനകത്ത്. അതിലൂടെ ചെറുതായിട്ട് ഹൈഡ്രജൻ ഇങ്ങനെ പുറത്തേക്ക് ലീക്ക് ഔട്ട് ആവുന്നുണ്ട്. പക്ഷെ ആൾ വിചാരിച്ചു ഇത്രയും വലിയൊരു ബലൂൺ അല്ലേ, എന്ത് സംഭവിക്കാനാ, ഒരു കുഴപ്പമില്ല. പിന്നെ ആൾക്ക് ട്രെയിനിങ്ങും ഇല്ല. ആൾ അങ്ങനെ ഈ ബലൂൺ അങ്ങനെ പറത്താണ്. പക്ഷെ ഇത് ഇങ്ങനെ ആകാശത്തേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഈ ബലൂൺ അങ്ങ് കൊളാപ്സ് ചെയ്ത് വീഴാണ് ചെയ്യുന്നത്. ഇവിടെ 2 മിസ്റ്റേക്കാണ് വന്നത്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് കൃത്യമായിട്ട് സേഫ്റ്റി സിസ്റ്റം അതിനകത്തില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്യാത്തൊരു സ്റ്റാഫിനെ കൊണ്ട് ഈ ബലൂൺ പറത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതേപോലെ നമ്മുടെ കമ്പനിയിലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലും അത് തകർന്നു പോകാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു 3 മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇഗ്നോറിങ് ദ സിസ്റ്റംസ്. എപ്പോഴും കമ്പനി റൺ ചെയ്യേണ്ട സിസ്റ്റത്തിലൂടെ ആയിരിക്കണം. പുതുതായിട്ട് ഒരു കസ്റ്റമർ നമ്മുടെ കമ്പനിക്ക് ഒരു ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാളുമായിട്ട് കംപ്ലീറ്റ് മാനേജ് ചെയ്യേണ്ടത്, അതൊരു സിസ്റ്റത്തിലൂടെ ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യണമെങ്കിൽ അതൊരു സിസ്റ്റത്തിലൂടെ ആയിരിക്കണം. ഇതിൽ നമ്മുടെ ഒരു എംപ്ലോയി ഒരു ദിവസം ഒരു ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടി സാങ്ഷൻ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിലൂടെ ആയിരിക്കണം. അങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലംസും നമുക്ക് വരുന്നുണ്ടാവില്ല. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് ബിൽഡിംഗ് ദ റൈറ്റ് ടീം. കറക്റ്റായിട്ടുള്ള ടീമിനെ അല്ലേ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കമ്പനിയിൽ ചിലപ്പോൾ ഒരുപാട് കാലം മുമ്പേ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ എഫിഷ്യൻ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ മാറ്റുക, പുതിയ ടീമിനെ കൊണ്ടുപോകുക. നല്ല ഒരു എഫിഷ്യൻ്റ് ആയ ടീം ഉണ്ടെങ്കിലേ നമുക്ക് കമ്പനിക്ക് വളരാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. മൂന്നാമത്തെ കാര്യം, പൂവർ ക്യാഷ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ കമ്പനിക്ക് വലിയൊരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും, ഒരുപാട് പണം പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാറുണ്ടാവും. പക്ഷേ കമ്പനി നിലനിന്ന് പോകണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്യാഷ് ഫ്ലോ കറക്റ്റ് ആയിരിക്കണം. അതിന് കൃത്യമായൊരു സിസ്റ്റം ഉണ്ടാവണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയും വേണം. ഓക്കെ, ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.